സോ ഹലോ ഗൈസ്, നമ്മളിന്ന് FF ആണ് കളിക്കുന്നത്. അതിനകത്ത് നമ്മൾ CS റാങ്കാണ് കളിക്കുന്നത് ഗൈസ്. നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു. അത് വേറെ കണ്ടൻറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഗൈസ്. കണ്ടൻറ്റ് ഒന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് ഗൈസ്. നമ്മൾ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. ഈ മാച്ചിൽ നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ ഗൈസ്. അവരുടെ ടീമിൽ 4 പേരുണ്ട്. ഈ കളി ജയിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം ഗൈസ്. ഗൈസ് നമ്മൾ നേരെ പാഞ്ഞു പോകണം. വേറെ ഒരുത്തം വന്ന് നമ്മൾ അടിക്കുമായിരുന്നു ഗൈസ്. നമ്മൾ തിരിച്ചും കുറേ ഡാമേജ് കൊടുത്തിട്ടുണ്ട് അവന്. അപ്പോഴും നമുക്ക് കുറേ ഡാമേജ് കിട്ടി. ഒരു നടുക്ക് മാറി ഇന്ന് മെഡ് യൂസ് ചെയ്യായിരുന്നു ഗൈസ് നമ്മൾ. അപ്പോഴത്തേക്കും വേറൊരുത്തൻ നമ്മുടെ കീഴിൽ കയറി വന്നു. അവന് കുറച്ച് ഡാമേജ് കൊടുത്തി. അപ്പോഴത്തേക്കും വേറൊരുത്തൻ അവിടെ നിന്ന് വരുന്നു. അവനും കുറേ ഡാമേജ് കൊടുത്ത് ഗൈസ്. നമ്മൾ നേരത്തെ അടിച്ചവൻ അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. നമ്മുടെ ഹെൽത്ത് കുറേ നമ്മൾ മെഡ് കിറ്റ് അടിച്ച് അപ്പോഴത്തേക്കും അവൻ നമ്മളെ അടിക്കുന്നു. അവനെ ഇതാക്കി അടിച്ച് നമ്മൾ ദിമിത്രി ഇട്ടുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. അവൻ്റെ ടീമേറ്റ് അവിടെ കണ്ട് നിൽപ്പുണ്ട്. അപ്പോഴത്തേക്ക് അവനെ പൊക്കാൻ അവൻ്റെ ടീമേറ്റ് വന്നു. അവന്മാരെ 2 പേരെ അടിപൊളിയായിട്ട് അടിച്ചിട്ട് ഗൈസ്. എന്നിട്ട് നമ്മൾ മെഡ് യൂസ് ചെയ്യണം. സോൺ സിങ്കായി വരുന്നുണ്ട് ഗൈസ്. അവന്മാർ 2 പേരെ അടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് കില്ലും കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ വിക്ടറി അടിച്ചിട്ടുണ്ട്. കൈസ് അടുത്ത മാച്ച് ഞാൻ ഡെസേർട്ടുകളാണ് കൈസ് എടുക്കുന്നത്. എല്ലാണത്തേക്കും വണ്ടാപ്പ് അടിക്കാം കൈസ് നമുക്ക്. കൈസ് മാച്ച് സ്റ്റാർട്ടായി ഇച്ചിരി വരെ നേരമേ ഉള്ളൂ കൈസ്. ഇനി എല്ലാണത്തേക്കും 1 ടാപ്പ് മാത്രമായിരിക്കും കൈസ്. ഓക്കെ കൈസ്, മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. നേരെ ഒരു മൂലയ്ക്ക് പോവാണ്. അപ്പോഴത്തേക്കും വേറൊരുത്തൻ അവിടെ നിൽക്കുന്ന കണ്ട് അവനാണെങ്കിൽ നമുക്ക് ഡാമേജൊക്കെ തന്നു കുറേ. ഇവിടെ മര്യാദയ്ക്ക് അടിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ താഴോട്ട് ഇറങ്ങി അടിക്കേണ്ടി വരുമെന്ന്. അത് സീനുള്ള കാര്യമല്ല. അവിടെ ഒരു പെട്ടി വീണിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല, വലിയ സാധനമൊന്നും ഇല്ല. അപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ വേറൊരുത്തൻ അവിടെ പൊളിച്ചിരിക്കുന്നു. 1 ടാപ്പ് അടിക്കാൻ പോയി. 1 ടാപ്പ് ഒന്നും കയറിയില്ല, പക്ഷേ ബോഡി ഷോട്ട് കയറി. എന്തായാലും നോക്കായിട്ടുണ്ട്. അവൻ്റെ കില്ലും കൂടെ കംപ്ലീറ്റ് ചെയ്ത് അവൻ്റെ കയ്യിൽ നിന്ന് വേറെ എന്തോ ഒരു പൊട്ട കണ്ണും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സീനും വേറൊരുത്തനും കൂടെ ഉണ്ട്. നമ്മൾ അവനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് അവൻ? എവിടെങ്ങാനും കാണും. പക്ഷെ അവൻ എന്തിയടേ അതേണ്ടായിക്കുന്നു. ഇത് അവനെ അടിക്കാൻ വേണ്ടി പാഞ്ഞു പോവാണ് ഗൈസ്. അവനെന്തിയാടാ? അവന് ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. ദേണ്ടായിക്കുന്നു. ഒന്നും കയറത്തില്ലല്ലോ ഇത്. ഷടാ എൻ്റെ മോളെ. അടിപൊളി കേസ്. നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, ആ പൊട്ട സോണി കയറി ചത്ത്. ആ കളി നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഇപ്പം 2 കളി നമ്മൾ ജയിച്ചു. അവന്മാർ 1 കളി പോലും ജയിച്ചില്ല. ഇപ്രാവശ്യം നമ്മൾ AWM ആണ് എടുത്തത്. എൻ്റെ AWM കളിയൊക്കെ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും ഗൈസ്. അപ്പം കുറച്ച് ഗ്ലൂവാളും കൂടെ വാങ്ങിച്ച് ഗൈസ് നമ്മളൊരു വീടിൻ്റെ മണ്ടയ്ക്ക് കയറി അടിക്കാനുള്ള പ്ലാനാണ്. എന്നിട്ട് പതുക്കെ സ്കോപ്പ് ചെയ്ത് അടിക്കാൻ നോക്കുമ്പോൾ എവിടുന്നോ കുറേ ഡാമേജ് കിട്ടുന്നുണ്ട് നമുക്ക്. പതുക്കെ സ്കോപ്പ് ചെയ്ത് എവിടുന്നാണെന്നറിയത്തില്ല ഡാമേജ് കിട്ടുന്നത്. നമ്മുടെ കൂടെ വേറെ ഒരുത്തനും ഉണ്ടായിരുന്നു. വീണ്ടും ഡാമേജ് കിട്ടുന്നത് അവൻ താഴെയാണെന്ന് തോന്നുന്നു ഗൈസ്. വെയിറ്റ്, അവൻ്റെ തലക്കിട്ട് വേണം കുറച്ച് ഡാമേജ് കൊടുത്ത് അടുത്തത്. ഓക്കെ ഗൈസ്, അവൻ നോക്കായിട്ടുണ്ട്. അടിപൊളി ഹെഡായിരുന്നു. പിന്നെ അവനെ കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം ഗൈസ് നമുക്ക്. ബിക്കോസ് വിഷയമെങ്കില്ലായിരുന്നു. ഇനി അടുത്തവന്മാരെവിടാന്ന് നോക്കുമ്പോഴത്തേക്കും എന്താടാ ഇത് പുറകിൽ നിന്ന് അടി വന്നു ഗൈസ്. നമ്മളാ ദിമിത്രി ഇട്ട്, പക്ഷേ കാര്യമില്ല, അമ്മമാരടിച്ചിട്ട് ഗൈസ്. പക്ഷേ അവർ 3 പേരും കൂടെ ഉണ്ട്. നമ്മുടെ ടീമിലാണെങ്കിൽ ഒരാളും കൂടെ ഉള്ളൂ. പിന്നെ ഇവിടെ എന്തോ കാണിക്കുക ഗൈസ്. നമ്മുടെ ടീമേറ്റ് അത്യാവശ്യം ഡാമേജൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരുത്തനെ നോക്കാക്കിയിട്ട് രണ്ടാമത്തെ നോക്ക്. എൻ്റെ മോനെ 3 നോക്ക് ഗൈസ്. വേറൊരുത്തനും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അവനെന്തിയോടെ അവന്മാരെ പൊക്കുവാണ് അവൻ. നമ്മളെ ടീമേറ്റ് അവനെയും കൂടെ അടിച്ച് നോക്കിട്ട് ഗൈസ്. എൻ്റെ മോനെ
അങ്ങനെ ആ കളി ഞങ്ങൾ ജയിച്ച്. ഇനി ലാസ്റ്റത്തെ കളിയാണ്. ഈ കളിയിലാണ് നമ്മൾ മാസ് കാണിക്കാൻ പോകുന്നത്. നമ്മളൊരു ഗണ്ണെടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഗ്ലൂവാളും വാങ്ങിച്ച്, ഒരു ഗ്രനേഡും കൂടെ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. നമ്മൾ നേരെ ഭാഗത്തോട്ട് പോകണം. ഇവിടെ നിന്നാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ ഒരു ഗ്രനേഡ് വാങ്ങിച്ചു. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കൂടെ തന്നെ എരുമി വന്നിട്ടുണ്ടായിരുന്നു. ആ ഗ്രനേഡ് ചുമ്മാ ഒന്ന് എറിഞ്ഞ് നോക്കി, പക്ഷെ കാര്യമില്ല. നേരെ അവനടിച്ച് നോക്കിട്ട് എന്നിട്ട് അവനെയും കൂടെ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ ടീമേറ്റിനെ റിവൈവും ചെയ്ത്. ഞാൻ റിവൈവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവൻ്റെ വേറെ ടീമേറ്റ് വന്നു. അവനെയും കൂടെ അടിച്ച് മാസമായിട്ട് നോക്കിട്ട് അവനെയും കൂടെ കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത എനിമീനെ തപ്പി പോവാണ് ഗൈസ്. ഞാൻ പടം 2 പേരും കൂടെ ഉള്ളു. അവരെയും കൂടെ നമുക്ക് പോയി അടിച്ചിട്ടേക്കാം ഗൈസ്. അവരെ കണ്ടില്ല. അങ്ങനെ ലാസ്റ്റ് കളി നമ്മൾ ബൂയ അടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഈ കളി നമ്മൾ ജയിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.